രാജ്യവ്യാപകമായ നിലയിൽ ഡോക്ടേഴ്സും മെഡിക്കൽ പ്രൊഫഷണൽസും അവരുടെ എല്ലാവിധത്തിലുള്ള സേവനങ്ങളും 24 മണിക്കൂർ സമയത്തേക്ക് നിർത്തിവെച്ചിരിക്കുന്നു. അവരുടെ ഭാഗത്തു നിന്ന് ശക്തമായ നിലയിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോഴും ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഒരു നേഴ്സ് അതിക്രൂരമായ നിലയിൽ തന്നെ റേപ്പ് ചെയ്ത് കൊല്ലപ്പെടുന്നു. അത് കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രാജ്യത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് ഒരു ഡോക്ടർ ഒരു മെഡിക്കൽ കോളേജിനകത്ത് വെച്ചുകൊണ്ട് തന്നെ റേപ്പ് ചെയ്ത് അതിക്രൂരമായ നിലയിൽ തന്നെ കൊല്ലപ്പെടുന്നു. ഇതിനൊക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നു. വെസ്റ്റ് ബംഗാളിൻ്റെ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി പോലും പ്രതിഷേധ റാലിയുമായിട്ട് രംഗത്തേക്ക് വരുന്നു. എന്നാൽ ഈ സംഭവ വികാസങ്ങളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞുകൊണ്ട് എതിർത്തുകൊണ്ട് അതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വിഭാഗം കൂടെ ഉയർന്നു വരുന്നു. സത്യത്തിൽ എന്തൊക്കെയാണ് രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്? ഈ വക കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും വിശദമായ നിലയിൽ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. ഇന്ന് ഓഗസ്റ്റ് 17 രാവിലെ 6 മണി മുതൽ ഓഗസ്റ്റ് 18 രാവിലെ 6 മണി വരെ 24 മണിക്കൂർ സമയത്തേക്ക് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന് കീഴിലുള്ള ഡോക്ടർമാരും മെഡിക്കൽ പ്രൊഫഷണൽസും എല്ലാവിധ ഹോസ്പിറ്റൽ സർവീസുകളും നിർത്തിവെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു പശ്ചാത്തലം തീർച്ചയായിട്ടും നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ തന്നെ കൊൽക്കത്തയിലെ മെഡിക്കൽ കോളേജിൽ അരങ്ങേറിയിട്ടുണ്ടായിരുന്ന അതിക്രൂരമായിട്ടുള്ള സംഭവം തന്നെയാണ്. പക്ഷേ ഇത് കൂടാതെ തന്നെ ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ മറ്റൊരു സംഭവം കൂടെ ഉത്തരാഖണ്ഡിൽ അരങ്ങേറിയിട്ടുണ്ടായിരുന്നു. ജൂലൈ 30 വൈകിട്ട് തൻ്റെ ഹോസ്പിറ്റലിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ എല്ലാവിധത്തിലുള്ള ജോലികളും കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടായിരുന്ന നേഴ്സ് അന്നേ ദിവസം വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായില്ല. CCTV ഫുട്ടേജുകളും മറ്റൊക്കെ പരിശോധിച്ച് നോക്കിയപ്പോൾ ബിലാസ്പൂരിലെ കാശിപൂർ റോഡിനടുത്തുള്ള തൻ്റെ വാടക വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം നേഴ്സ് ഒരു ഓട്ടോ ഒക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായി. പക്ഷേ അവരവരുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. 11 വയസ്സ് പ്രായമുള്ള മകൾ മാത്രമാണ് അവരുടെ വാടക വീട്ടിൽ അവരെയും വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ടായിരുന്നത്. അവരെ കാണാതെ പോയതോട് കൂടിയിട്ട് പിറ്റേ ദിവസം അവരുടെ സഹോദരി ഒരു മിസ്സിംഗ് കേസ് ഫയൽ ചെയ്യുകയാണ്. അതിനടിസ്ഥാനത്തിലാണ് ഉത്തരാഖണ്ഡിലെ പോലീസുകാർ അവർക്ക് വേണ്ടിയുള്ള ശക്തമായ തിരച്ചിലുകളും മറ്റുമൊക്കെ നടത്തുന്നത്. പക്ഷേ ആദ്യഘട്ടങ്ങളിലൊന്നും തന്നെ അവരെ കണ്ടെത്താൻ പോലീസുകാർക്ക് കഴിഞ്ഞില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം ആ പ്രദേശത്ത് തന്നെ അവർ താമസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിന് ഏറെക്കുറെ 1.5 കിലോമീറ്റർ മാറി ആളൊഴിഞ്ഞ ഒരു പറമ്പിൽ അവരുടെ മൃതശരീരം പോലീസുകാർ കണ്ടെടുക്കുകയായിരുന്നു. അതിക്രൂരമായ നിലയിൽ റേപ്പ് ചെയ്യപ്പെട്ട് അവരുടെ തന്നെ സ്കാഫ് കൊണ്ട് അവരുടെ കഴുത്ത് ഞെരിച്ച് അവരെ കൊലപ്പെടുത്തിയ നിലയിലായിരുന്നു അവരുടെ മൃതദേഹം കണ്ടെടുത്തിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ പേഴ്സിലുണ്ടായിരുന്ന പണവും അവരുടെ മൊബൈൽ ഫോണൊക്കെ മോഷണം പോയിട്ടുണ്ടായിരുന്നു. ആ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സ്പെഷ്യൽ ടീമിനെ തന്നെ രൂപീകരിച്ചുകൊണ്ട് ഉത്തരാഖണ്ഡിലെ പോലീസുകാർ അന്വേഷണം തുടരുകയാണ്. അങ്ങനെ ഏറ്റവും ഒടുവിൽ ദിവസങ്ങൾക്ക് ശേഷം ഈ കഴിഞ്ഞ ബുധനാഴ്ച ഓഗസ്റ്റ് 15 രാജസ്ഥാനിൽ വെച്ചുകൊണ്ട് പ്രതിയെ പോലീസുകാർക്ക് പിടികൂടാൻ സാധിച്ചു. ഉത്തരാഖണ്ഡിലെ ബറേലിയിൽ കൂലിപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ധർമ്മേന്ദ്ര എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ഈ ക്രൂരകൃത്യങ്ങൾക്കെല്ലാം പുറകിൽ. പതിവ് പോലെ തന്നെ വൈകിട്ട് മദ്യപിച്ച അവശനായി തൻ്റെ വീട്ടിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ വെച്ചുകൊണ്ടാണ് ഈ നേഴ്സിനെ ധർമ്മേന്ദ്ര കണ്ടുമുട്ടുന്നത്. ഏതാനും ദൂരം ധർമ്മേന്ദ്ര അവരെ പിന്തുടർന്നുകൊണ്ട് പോകുന്നുണ്ട്. അവരവരുടെ ഫ്ലാറ്റിലേക്ക് അപ്പാർട്ട്മെൻറ്റിലേക്ക് കയറാൻ നിൽക്കുന്ന സമയത്ത് വെച്ചുകൊണ്ട് ഇയാൾ അവരെ അറ്റാക്ക് ചെയ്യുകയും തൊട്ടടുത്തുള്ള കുറ്റിച്ചെടികൾക്കിടയിലേക്ക് ബലമായ നിലയിൽ അവരെ പിടിച്ചുകൊണ്ട് പോവുകയും അവരെ റേപ്പ് ചെയ്യുകയും അവരുടെ സ്കാഫ് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കഴുത്തിൽ തന്നെ മുറുക്കി അവരെ കൊലപ്പെടുത്തുകയൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിലാണ് പിന്നീട് അവരുടെ മൃതശരീരം 1.5 കിലോമീറ്റർ മാറിയിട്ട് ഒരു സ്ഥലത്ത് ഒരു ഒഴിഞ്ഞ പറമ്പിൽ അവർ ഉപേക്ഷിച്ച് കടന്നു കളയുന്നത്. മാത്രവുമല്ല ഈ അവസരങ്ങളിൽ അവരുടെ മൊബൈൽ ഫോണും പേഴ്സിലുണ്ടായിരുന്ന 3000 രൂപയും ഈ പ്രതി മോഷ്ടിക്കുകയും നാടുവിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും കൃത്യമായ നിലയിൽ പോലീസുകാരുടെ ഇടപെടലുകൾ മൂലം കൃത്യമായ നിലയിൽ തന്നെ മൊബൈൽ ഫോണൊക്കെ ട്രേസ് ചെയ്തത് മൂലം പെട്ടെന്ന് തന്നെ പ്രതിയെ പോലീസുകാർക്ക് കൈയോടുകൂടെ പിടികൂടാൻ സാധിക്കുകയുണ്ടായി. ഈ ഒരു സംഭവം നടന്ന് ഏതാനും ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് രാജ്യത്തെ ഞെട്ടിച്ച മറ്റൊരു സംഭവം കൊൽക്കത്തയിലെ RG കർ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റലിൽ വെച്ച് അരങ്ങേറുന്നത്. ഇതൊരു ഗവൺമെൻറ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണ്. ഓഗസ്റ്റ് 10 അവിടുത്തെ സെമിനാർ ഹാളിലേക്ക് കയറി ചെന്ന വിദ്യാർത്ഥികൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് ഹാഫ് നേക്കഡായി നിലത്ത് മരിച്ചു കിടക്കുന്ന 31 വയസ്സ് പ്രായമുള്ള ട്രെയിനി ഡോക്ടറെയാണ്. ഏറെക്കുറെ 36 മണിക്കൂർ നീണ്ടു നിന്ന തൻ്റെ ഡ്യൂട്ടിക്കിടയിൽ ഒരല്പസമയം വിശ്രമിക്കാൻ വേണ്ടി ആ മെഡിക്കൽ കോളേജിൻ്റെ സെമിനാർ ഹാളിലേക്ക് പ്രവേശിച്ചിട്ടുള്ളതായിരുന്നു ആ സ്ത്രീ. അവരുമായി ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളും മറ്റൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലെങ്ങും വലിയ തോതിൽ തന്നെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതിക്രൂരമായ നിലയിലുള്ള ഒരു റേപ്പിന്, ഒരു പീഡനത്തിന് തന്നെയാണ് അവർ ഇരയായിട്ടുണ്ടായിരുന്നത്. അവരുടെ കണ്ണുകളിലും അതുപോലെ തന്നെ അവരുടെ പ്രൈവറ്റ് പാർട്സിലൊക്കെ തന്നെയും ബ്ലഡ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് തരം മുറിവുകൾ അവരുടെ ശരീരത്തിലുണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ തീർച്ചയായും നിങ്ങളും കണ്ടിട്ടുണ്ടാവും. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമ്മൾ വലിയ തോതിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് അവരുടെ ശരീരത്തിൽ നിന്ന്
150 ഗ്രാം സെമൻ കണ്ടെടുത്തു എന്ന് പറയുന്നൊരു കാര്യം. എന്തൊക്കെ തന്നെയായാലും ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ കൊൽക്കത്ത പോലീസ് ഇതിനോടൊപ്പം തന്നെ നിരാകരിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന നിലയിലുള്ള മറുപടികളൊക്കെ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇത്തരത്തിൽ അതിക്രൂരമായ ഒരു കൃത്യം അവിടെ ആ ഒരു മെഡിക്കൽ കോളേജിനകത്ത് അതിൻ്റെ സെമിനാർ ഹാളിൽ അരങ്ങേറിയിട്ട് പോലും അവിടുത്തെ മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ആദ്യഘട്ടങ്ങളിൽ പ്രതികരിച്ചത് ഇതൊരു സൂയിസൈഡാണ് എന്നുള്ള നിലക്കാണ്. അത് കഴിഞ്ഞ് പിന്നീട് ഈ ഒരു സമയത്ത് അർദ്ധരാത്രിയിൽ എന്തിനാണ് ഈ ഒരു ഡോക്ടർ സെമിനാർ ഹാളിലേക്ക് പോയിട്ടുണ്ടായിരുന്നെന്ന് തുടങ്ങിയിട്ടുള്ള ചില മറുപടികളൊക്കെ അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല പല മാധ്യമങ്ങളിലൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ഒരു പ്രിൻസിപ്പളിനെ പ്രൊമോഷനോട് കൂടിയിട്ട് തന്നെ ഈ മെഡിക്കൽ കോളേജിൽ നിന്നും സ്ഥലം മാറ്റിയെന്ന് തുടങ്ങിയിട്ടുള്ള ചില വാർത്തകൾ അങ്ങിങ്ങായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ തന്നെയായാലും ഇത്തരത്തിൽ അതിക്രൂരമായ ഒരു കൃത്യം ഒരു മെഡിക്കൽ കോളേജിനകത്ത് വെച്ചുകൊണ്ട് അരങ്ങേറിയതിൻ്റെ ഭാഗമായി ശക്തമായ നിലയിലുള്ള പ്രതിഷേധം രാജ്യവ്യാപകമായ നിലയിൽ തന്നെ ഉയർന്നു വരികയുണ്ടായി. മാത്രമല്ല ഈ ഒരു ക്രൈം സ്പോട്ട് പരിശോധിച്ചപ്പോൾ അവിടെ നിന്നും ഈ ഒരു ക്രൈം സ്പോട്ടിൽ നിന്നും ഒരു ബ്ലൂടൂത്ത് ഹെഡ്ഫോൺസിൻ്റെ ഒരു പീസ് മാത്രമായിട്ട് കണ്ടെടുക്കാൻ സാധിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ അവിടുത്തെ CCTV മറ്റുമൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസുകാർ നടത്തിയിട്ടുണ്ടായിരുന്ന പരിശോധനയിൽ നിന്നും 33 വയസ്സ് പ്രായമുള്ള സഞ്ജയ് റോയ് എന്ന് പറയുന്ന സിവിക് വോളണ്ടിയറാണ് ഈ ക്രൂരകൃത്യത്തിന് പുറകിൽ എന്ന കാര്യം പോലീസുകാർക്ക് കണ്ടെത്താൻ സാധിക്കുകയും അയാളെ പോലീസുകാർ പിടികൂടുകയും ചെയ്യുകയുണ്ടായി. ഈ സഞ്ജയ് റോയ് എന്ന് പറയുന്നത് പോലീസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സിവിക് വളണ്ടിയർ ആയിട്ടൊരു ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ നിലകൊള്ളുന്നൊരു വ്യക്തിയായിരുന്നു. മാത്രമല്ല പോലീസിൻ്റെ സൈഡിൽ നിന്ന് കൃത്യമായിട്ട് മാസം അയാൾക്ക് വരുമാനം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഹോസ്പിറ്റലിൽ വരുന്ന ആളുകൾക്ക് വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ചെയ്ത് നൽകുക വഴി കൂടെ അയാൾ കൈക്കൂലിയായിട്ട് പണം അവരിൽ നിന്നൊക്കെ തന്നെയും പിഴിഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഓഗസ്റ്റ് മാസം 9-ാം തീയതി ഒരു രോഗിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധത്തിലുള്ള കാര്യങ്ങളും ചെയ്ത് നൽകിയതിൻ്റെ ഭാഗമായിട്ട് ആ രോഗിയുടെ ബന്ധു ഇയാൾക്ക് മദ്യം ഓഫർ ചെയ്യുകയുണ്ടായി. അങ്ങനെ ഈ ഒരു മെഡിക്കൽ കോളേജിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ അതിൻ്റെ ബിൽഡിങ്ങിന് പുറകിൽ വെച്ചുകൊണ്ട് ആ രോഗിയുടെ ബന്ധുവും അതുപോലെ തന്നെ സഞ്ജയ് റോയും കൂടെ ഒരുമിച്ചിരുന്നുകൊണ്ട് മദ്യപിക്കുകയുണ്ടായി. അമിതമായി മദ്യപിച്ച് ലെക്ക് കെട്ട് ഇയാൾ പിന്നെയും നേരെ കയറി ചെന്നിട്ടുണ്ടായിരുന്നത് മെഡിക്കൽ കോളേജിനകത്തേക്കാണ്. എങ്ങനെ ഏറ്റവും അവസാനം അയാൾ ഈ ഒരു സെമിനാർ ഹാളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അവിടെ വിശ്രമിക്കുകയായിരുന്ന ട്രെയിനി ഡോക്ടറെ കാണുന്നുണ്ട്. പിന്നീടാണ് ഇത്തരത്തിൽ അതിക്രൂരമായ ഒരു കൃത്യം ആ ഒരു മെഡിക്കൽ കോളേജിനകത്ത് വെച്ചുകൊണ്ട് തന്നെ അരങ്ങേറുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പ്രാഥമികമായ നിലയിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെ തന്നെയായാലും ഈ ഒരു വിഷയത്തിൽ ആദ്യഘട്ടങ്ങളിലൊന്നും കൃത്യമായ ഇടപെടലുകളൊന്നും തന്നെ നടന്നിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ശക്തമായ നിലയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെയും ഈ ഒരു വിഷയത്തിനെതിരായിട്ട് ഉയർന്നു വരുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ ശക്തമായ നിലയിലുള്ള ക്യാമ്പയിനുകളും മറ്റുമൊക്കെ നടക്കുന്നത്. ഇതിനൊക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ ഒരു കേസ് CBIക്ക് പോലും കൈമാറിയിരിക്കുകയാണ്. മാത്രമല്ല ഈ ഒരു ഡോക്ടറുടെ പാരൻസ് പറഞ്ഞിട്ടുള്ളത് ഒരു പക്ഷേ കൊളീഗ്സിനും ഈ ഒരു ക്രൂരകൃത്യത്തിൽ പങ്കുണ്ടാവാനുള്ള സാധ്യതകളുണ്ട്, അതിനെക്കുറിച്ച് കൂടെ അന്വേഷിക്കണമെന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. എന്തൊക്കെ തന്നെയായാലും CBI ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുമ്പോൾ, കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുമ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ തന്നെയും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വരുമെന്ന് തന്നെ നമുക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാം. തീർച്ചയായും ഇരക്ക് നീതി കിട്ടും എന്ന് തന്നെ നമുക്കിവിടെ വിശ്വസിക്കാം. മാത്രമല്ല ഇവിടെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ ഒരു ഹോസ്പിറ്റലിന്, ഈ ഒരു മെഡിക്കൽ കോളേജിന് പുറത്ത് അരങ്ങേറുമ്പോൾ അതിനിടയിലേക്ക് പോലും പല അക്രമകാരികൾ കയറി വരികയും ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ ഈ സമാധാനപരമായ നിലയിൽ തന്നെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നേർക്ക് അഴിച്ചുവിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇതിൻ്റെ ഭാഗമായിട്ട് ക്രൈം സ്പോട്ട് പോലും പൂർണ്ണമായിട്ടും അവർ തകർത്തു എന്ന് തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും പല പോസ്റ്റുകളിൽ നിന്നായിട്ട്, പല മാധ്യമങ്ങളിൽ നിന്നായിട്ട്, സാമൂഹ്യ മാധ്യമങ്ങളിലായിട്ടൊക്കെ തന്നെയും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ പലരും അവിടെ അഴിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ട വീഡിയോകളും മറ്റൊക്കെ വലിയ തോതിൽ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ ചേർത്ത് വെക്കുമ്പോൾ നമ്മളിപ്പോൾ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണോ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചിട്ടുള്ളത്, അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അവിടെ അരങ്ങേറിയിട്ടുണ്ടോ, മറ്റാർക്കെങ്കിലും ഇതിൽ കൂടുതലായിട്ട് പങ്കുണ്ടോ എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇപ്പം പല മാധ്യമങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തോതിൽ തന്നെ വൈറലായിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഏതൊക്കെയോ ചില പൊളിറ്റീഷ്യൻസിൻ്റെ മക്കൾക്കൊക്കെ ഇതിൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, അവരൊക്കെ ഇതിനോടകം തന്നെ രാജ്യം വിട്ട് കഴിഞ്ഞിട്ടുണ്ട്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങൾ. എന്തൊക്കെ തന്നെയായാലും പ്രാഥമികമായ ഘട്ടങ്ങളിൽ പോലീസുകാർ അതൊക്കെ പൂർണ്ണമായിട്ടും നിരാകരിക്കുകയാണ്. അത്തരം കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. എങ്കിൽ കൂടെയും ഈ ഒരു വിക്ടിമിൻ്റെ മാതാപിതാക്കൾ, പാരൻസ്, പ്രത്യേകിച്ച് ഫാദറൊക്കെ തന്നെയും പല കൊളീഗ്സിനെയും സംശയമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ പേരുകളും മറ്റൊക്കെ പോലീസിന് ഇതിനോടകം തന്നെ കൈമാറിയിട്ടുണ്ട് എന്നൊക്കെ മാധ്യമങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് മെഡിക്കൽ പ്രൊഫഷണൽസിന് നേരെ, ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നേരെ വ്യത്യസ്ത തരത്തിലുള്ള പ്രശ്നങ്ങളാണ്, ആക്രമണങ്ങളാണ് വലിയ തോതിൽ തന്നെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം കേരളത്തിൽ പോലും അത്തരത്തിലുള്ളൊരു ഇൻസിഡൻറ്റ് അരങ്ങേറുകയുണ്ടായി. ഒരു ഡോക്ടർ അതിക്രൂരമായ നിലയിൽ തന്നെ കൊലപ്പെടുകയുണ്ടായി. ഇവിടെയൊക്കെ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ജനങ്ങളുമായിട്ട്, വ്യത്യസ്ത നിലക്കുള്ള ജനങ്ങളുമായിട്ട് വലിയ തോതിൽ തന്നെ അടുത്ത് ഇടപഴകേണ്ട ആളുകളാണ് ഡോക്ടേഴ്സ്, മെഡിക്കൽ പ്രൊഫഷണൽസ് എന്നൊക്കെ പറയുന്നത്. അപ്പം അവർക്ക് കൃത്യമായ
ശക്തമായ നിലയിലുള്ള സുരക്ഷ അവിടെ ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ അത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ പോലും വലിയൊരു ഫെയിലർ ആയിട്ട് തന്നെ തീർച്ചയായും നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും ഇത്തരത്തിൽ ഈ കേസുകളുടെ ഒക്കെ തന്നെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ 24 മണിക്കൂർ സമയത്തേക്ക് എല്ലാ വിധത്തിലുള്ള ഹോസ്പിറ്റൽ സേവനങ്ങളും ഞങ്ങൾ നിർത്തിവെക്കുന്നു, ഞങ്ങളൊരു സമയത്തേക്ക് കടക്കുന്നു എന്ന നിലക്കുള്ള ചില തീരുമാനങ്ങളിലേക്കൊക്കെ തന്നെയും എത്തിച്ചേർന്നിട്ടുള്ളത്. മാത്രമല്ല അവർ ചില ആവശ്യങ്ങൾ കൂടെ ഉന്നയിക്കുകയൂടെ ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് ഹോസ്പിറ്റലുകളിലെ സെക്യൂരിറ്റി ഇംപ്രൂവ് ചെയ്യണം എന്ന് പറയുന്നൊരു കാര്യമാണ്. ഇവിടെ ഒരു മെഡിക്കൽ കോളേജിനകത്തേക്കാണ് ഈ വ്യക്തി കയറി വന്നുകൊണ്ട്, അതും മദ്യപിച്ച് കയറി വന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയും സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പം എയർപോർട്ടുകളിലൊക്കെ ഉള്ളതുപോലെ തന്നെ ശക്തമായ നിലയിൽ തന്നെ സെക്യൂരിറ്റി ഹോസ്പിറ്റലുകളും ഇംപ്ലിമെൻ്റ് ചെയ്യണം. അവിടെയും ആയുധങ്ങളുമായിട്ട് ആളുകൾ കയറി വരുന്നതും മദ്യപിച്ച ആളുകൾ കയറി വരുന്നതും ഒക്കെ തടയണമെന്ന് തുടങ്ങിയിട്ടുള്ളൊരു ആവശ്യമാണ് ഒന്നാമതായിട്ട് അവർ ഉന്നയിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ ഹോസ്പിറ്റലുകളിലും മെഡിക്കൽ കോളേജുകളിലും ഒക്കെ തന്നെയും 360 ഡിഗ്രി ക്യാമറകൾ, CCTV ക്യാമറകൾ സ്ഥാപിക്കണം എന്ന് പറയുന്ന ഒരു കാര്യമാണ്. പല ഹോസ്പിറ്റലുകളിലും നമ്മൾക്ക് ഇത്തരത്തിലുള്ള CCTV ക്യാമറകളൊക്കെ തന്നെ ഉള്ളതായിട്ട് കാണാൻ സാധിക്കാറുണ്ട്. പക്ഷേ അതിൽ ചിലതൊക്കെ തന്നെയും വർക്ക് ചെയ്യാത്ത അവസ്ഥയിലാണ് നിലകൊള്ളുന്നത്. മറ്റു ചിലതാകട്ടെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാത്രം ദിശ തിരിച്ചു വെച്ച നിലയിലൊക്കെ തന്നെയാണുള്ളത്. അവിടെയൊക്കെ തന്നെയും ബ്ലൈൻഡ് സ്പോട്ടുകളുണ്ട്. ആർക്കും എന്തും ഈ ഹോസ്പിറ്റലുകൾക്കകത്തേക്ക് കയറി വന്നുകൊണ്ട് ചെയ്യാമെന്നുള്ള നിലയിലൊക്കെ തന്നെയാണ് പല ഹോസ്പിറ്റലുകളിലും പല ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെ തന്നെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊരു മാറ്റം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു കാര്യം എല്ലാ ഹോസ്പിറ്റലുകളിലേക്കും കൊണ്ടുവരണമെന്നൊരു ആവശ്യം ഇവിടെ ഇപ്പോൾ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മൂന്നാമതായിട്ടുള്ള ഒരു ആവശ്യം എന്ന് പറയുന്നത് മെഡിക്കൽ പ്രൊഫഷണൽസിന്, ഡോക്ടേഴ്സിനും നഴ്സുമാർക്കും ഒക്കെ തന്നെയും ഒരുപോലെ വിശ്രമിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ, സൗകര്യങ്ങളൊക്കെ തന്നെയും മെഡിക്കൽ കോളേജുകളിലും ഹോസ്പിറ്റലുകളിലൊക്കെ ഒരുക്കി നൽകണമെന്ന് പറയുന്നൊരു കാര്യമാണ്. ഇവിടെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു കൊൽക്കത്തയിലെ RJ കർ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റലിനകത്ത് കൃത്യമായിട്ട് ഡോക്ടേഴ്സിന് വിശ്രമിക്കാൻ ആവശ്യമായിട്ടുള്ളൊരു സ്ഥലമില്ലാത്തതിൻ്റെ പേരിലായിരുന്നു അവിടെ ട്രെയിനി ഡോക്ടറായിട്ടുള്ള സ്ത്രീക്ക് സെമിനാർ ഹാളിൽ പോയിട്ട് വിശ്രമിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയും കൃത്യമായ നിലയിൽ ഹോസ്പിറ്റലുകളിൽ വിശ്രമിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ മെഡിക്കൽ പ്രൊഫഷണൽസിന് ചെയ്ത് നൽകണമെന്ന് പറയുന്ന ഒരു ആവശ്യം ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മുന്നോട്ടേക്ക് വെച്ചിരിക്കുകയാണ്. നാലാമതായിട്ടുള്ളൊരു കാര്യം, പല നിലക്കുള്ള ആക്രമണങ്ങൾ, പല നിലക്കുള്ള പ്രശ്നങ്ങളാണ് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കെതിരായിട്ട് ഉയർന്നു വരുന്നത്. പലപ്പോഴും ഇപ്പോൾ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പല നിലക്കുള്ള സമൂഹത്തിൽ പല നിലക്കുള്ള ആളുകളുമായിട്ടൊക്കെ തന്നെയും ഈ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇടപെടേണ്ടതായിട്ട് വരുന്നുണ്ട്. ആ കൂട്ടത്തിൽ മാനസികാസ്വസ്ഥമുള്ള ആളുകളുണ്ടാവും, അതുപോലെ തന്നെ കൊടും കുറ്റവാളികളായിട്ടുള്ള ആളുകളുണ്ടാവും. അങ്ങനെ തുടങ്ങിയിട്ട് ഈ ആളുകളോടൊക്കെ തന്നെയും വളരെ അടുത്ത് ഇടപഴകിയാൽ മാത്രമേ അവർക്കുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് തിരിച്ചറിയാനും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നൽകാനും ഒക്കെ തന്നെയും ഈ ഡോക്ടേഴ്സിനൊക്കെ തന്നെ സാധിക്കുന്നുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ വേണ്ട നിലക്കുള്ള സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതിൻ്റെ ആവശ്യകത വളരെ കൂടുതലാണ്. മാത്രവുമല്ല ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എതിരായിട്ട് ആരെങ്കിലും ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണെങ്കിൽ അതിനൊക്കെ തന്നെയും ശക്തമായ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിടിച്ചു കെട്ടേണ്ടതിൻ്റെ ആവശ്യകതയും വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിൽ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എതിരെ നടക്കുന്ന ആക്രമണങ്ങൾക്ക് ശക്തമായ നിലയിലുള്ള നിയമങ്ങൾ കൊണ്ടുവരണം, അവരെ കൃത്യമായ നിലയിൽ തന്നെ കൈകാര്യം ചെയ്യണമെന്ന് തുടങ്ങിയിട്ടുള്ള ഒരു ആവശ്യം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്. മാത്രമല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും സംഭവിക്കുമ്പോൾ നമ്മളേവരെയും ഞെട്ടിച്ച ഒരു കാര്യം അരങ്ങേറുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ നിലയിലുള്ള പ്രതിഷേധങ്ങളും പ്രതിഷേധ റാലികളും മറ്റും ഒക്കെ രാജ്യത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ഭാഗങ്ങളിൽ അരങ്ങേറുന്നു. ഡോക്ടേഴ്സിൻ്റെയും ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെയും നേതൃത്വത്തിൽ വ്യത്യസ്ത ഇടപെടലുകളും സ്ട്രൈക്കുകളും ഒക്കെ നടക്കുന്നു. ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിൽ പോലും വലിയ തോതിൽ തന്നെ ഇത്തരം വിഷയങ്ങളെ പൊളിറ്റിക്കലി യൂസ് ചെയ്യുന്നതായിട്ട് കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു വിഷയത്തെ വേണ്ട നിലയിൽ തന്നെ ആളിക്കത്തിച്ച് അതിൽ നിന്നും മുതലെടുപ്പുകൾ നടത്താനുള്ള ശ്രമങ്ങൾ വെസ്റ്റ് ബംഗാളിലെ ഓപ്പോസിഷൻ പാർട്ടിയായിട്ടുള്ള BJP കാര്യമായ നിലയിൽ തന്നെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയും സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റുമൊക്കെ നമുക്ക് നിരന്തരമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വെസ്റ്റ് ബംഗാളിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജി ഈ ഓപ്പോസിഷൻ പാർട്ടികളെയും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടൊക്കെ തന്നെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ, അതായത് വെസ്റ്റ് ബംഗാളിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ഈ ഒരു വിഷയത്തിനെതിരായിട്ട് പ്രതികൾക്ക് കൃത്യമായ നിലയിലുള്ള ശിക്ഷകൾ ലഭിക്കണം, അതിനു വേണ്ട നിലക്കുള്ള എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും ചെയ്തു നൽകണമെന്നൊക്കെ പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പോലും ഒരു ശക്തമായ പ്രതിഷേധ റാലിയും മറ്റുമൊക്കെ അരങ്ങേറിയിട്ടുണ്ടായിരുന്നു. ഇതിനെതിരെ പോലും പല ഭാഗങ്ങളിൽ
നിന്നായിട്ട് വ്യത്യസ്ത തരത്തിലുള്ള പരാമർശങ്ങളും പല ട്രോളുകളും കളിയാക്കലുകളും ഒക്കെ തന്നെയും ഉയർന്നു വരുന്നുണ്ട്. മുഖ്യമന്ത്രി പോലും ഈ ഒരു വിഷയത്തിൽ വേണ്ട ഇടപെടലുകൾ നടത്തുന്നതിന് പകരമായിട്ട് പ്രതിഷേധ റാലിയുമായിട്ട് തെരുവിലേക്ക് ഇറങ്ങുകയാണ് എന്ന് തുടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള വാദങ്ങളും അവരെ കളിയാക്കുന്ന നിലയിലേക്ക് പോലും പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ശക്തമായ നിലയിൽ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോയുടെ വൈൻഡപ്പിയാണ്. രാജ്യത്ത് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന രണ്ട് വ്യത്യസ്ത പ്രശ്നങ്ങളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളെക്കുറിച്ചും അതിനെതിരായിട്ട് ആളുകൾ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായ നിലയിൽ തന്നെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇത്തരത്തിൽ 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആരോഗ്യ മേഖലയിൽ ഒരു സ്ട്രൈക്ക് അരങ്ങേറുമ്പോൾ പോലും അവിടെയും കാഷ്വാലിറ്റി അതേപോലെ തന്നെ എമർജൻസി സർവീസുകൾക്കൊന്നും യാതൊരു വിധത്തിലുള്ള മുടക്കവും വരുന്നതല്ല. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ കൃത്യമായ നിലയിൽ തന്നെ ഡീൽ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇവിടെയൊക്കെ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള പലതരം പ്രശ്നങ്ങൾ അരങ്ങേറുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ നിലയിലുള്ള പ്രതിഷേധങ്ങളും സോഷ്യൽ മീഡിയകളിലും മറ്റൊക്കെ വ്യത്യസ്ത ക്യാമ്പയിനുകളും മറ്റുമൊക്കെ അരങ്ങേറാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചൂടുണ്ടാവും. അതിനനുസരിച്ചിട്ട് തന്നെ ആ പ്രതികളെ കൃത്യമായിട്ട് പിടികൂടും. പിന്നീട് അവരെങ്ങനെ ജയിലിലിട്ട് തീറ്റിപ്പോറ്റി പിന്നീട് പുറത്തേക്ക് വിടുന്ന നിലയിലൊക്കെ തന്നെയാണ് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ലൂപ്പ് പോലെ അങ്ങനെ കറങ്ങി എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് ഇതിനു മുമ്പും ഇത്തരത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള അതിക്രൂരമായ നിലയിലുള്ള വ്യത്യസ്ത പീഡനങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്, വ്യത്യസ്ത കൊലപാതകങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് അത് വലിയൊരു വിഷയമായിട്ട് എല്ലാവരും ആളിക്കത്തിക്കുകയും കുറച്ചു കാലം അതങ്ങനെ കൊണ്ടു നടക്കുകയും ചെയ്യുമ്പോൾ പിന്നെയും അടുത്തൊരു വിക്ടിം ഉണ്ടാകുന്നു. പിന്നെയും അത്തരത്തിൽ തന്നെ പ്രശ്നങ്ങൾ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നു. ഇതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊക്കെ മനസ്സിലേക്ക് വരുന്നത് ഒരു നിസ്സഹായ അവസ്ഥയാണ്. നമ്മളെക്കൊണ്ട് പ്രതികരിക്കാൻ കഴിയുന്ന നിലക്കൊക്കെ നമ്മൾ പ്രതികരിക്കുന്നുണ്ട്, നമ്മളെക്കൊണ്ട് ഈ ഒരു വിഷയത്തിനെതിരെ ചെയ്യാൻ സാധിക്കുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. എങ്കിൽ കൂടെയും ഈ ഒരു വിഷയങ്ങൾക്കൊന്നും വലിയ മാറ്റങ്ങൾ വരുന്നില്ല എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം വലിയ വേദന മനസ്സിലുണ്ടാകുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങളിലൊക്കെ തന്നെയും ശക്തമായ നിയമങ്ങൾ കൊണ്ടുവരിക, ഇതിലേർപ്പെടുന്ന ആളുകളെ അതിക്രൂരമായ നിലയിൽ തന്നെ ശക്തമായ നിലയിൽ തന്നെ ശിക്ഷിക്കുക, മാതൃകാപരമായ നിലയിലുള്ള ശിക്ഷകൾ തന്നെ അവർക്ക് നടപ്പാക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക വഴി മാത്രമേ നമുക്ക് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഇത്തരം റേപ്പുകളും ഇത്തരത്തിലുള്ള പീഡനങ്ങളൊക്കെ തന്നെയും കുറച്ച് കൊണ്ടുവരാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും സാധിക്കുകയുള്ളൂ. ഇപ്പോഴും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാടധികം പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പോലും നമുക്കിടയിൽ വ്യത്യസ്ത പ്രശ്നങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾക്ക് രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും രാജ്യത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ഭാഗങ്ങളിലായിട്ട് 30-ലധികം റേപ്പുകൾ ഓരോ ദിവസം എന്ന പോലെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിലൊക്കെ തന്നെയും മാറ്റം വരുമെന്ന് എല്ലാ പ്രാവശ്യത്തെ പോലെ ഇപ്രാവശ്യവും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തൊക്കെ തന്നെയായാലും ഇവിടെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികൾക്കെല്ലാം തന്നെ ശിക്ഷകൾ ലഭിക്കട്ടെ എന്നും അത് മാതൃകാപരമായ നിലയിൽ ശക്തമായ നിലയിലുള്ള ശിക്ഷകൾ തന്നെ ഇവർക്കൊക്കെ തന്നെ ഈ പ്രതികൾക്കൊക്കെ തന്നെയും ലഭിക്കട്ടെ എന്നും നമുക്ക് ആത്മാർത്ഥമായ നിലയിൽ തന്നെ ആഗ്രഹിക്കാം. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞാൻ വിട്ടുപോയിട്ടുള്ള വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. കുറച്ച് ദിവസം ഞാനിവിടെ നാട്ടിലുണ്ടായിരുന്നില്ല, പോരാത്തിന് ഹെൽത്തും ഓക്കെ ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഈ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ കുറച്ച് ദിവസം വൈകിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കണ്ടുമുട്ടാം. ബൈ.